സമയത്ത് വേണമെങ്കിലും ലീഡ് നില മാറി മറിയാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത്. ഇപ്പോൾ BJP ലീഡ് 42, 41 കോൺഗ്രസ്, 2 INLD, 5 ഇപ്പോൾ മറ്റുള്ളവർ. പലയിടങ്ങളിലും ഈ 5 സ്വതന്ത്രർ മുന്നേറുന്നു എന്ന് പറയുമ്പോൾ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചിലയിടങ്ങളിൽ സ്വതന്ത്രരും കോൺഗ്രസും തമ്മിലാണ് മത്സരം, സ്വതന്ത്രരും BJPയും തമ്മിൽ മത്സരം നടക്കുന്നു, INLDയും സ്വതന്ത്രരും തമ്മിലുള്ള മത്സരം നടക്കുന്നു. ഇതെല്ലാം സസ്പെൻസ് കൂട്ടുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഈ നില മാറി മറിയാം. ഇപ്പോൾ റാണിയ മണ്ഡലം തന്നെ ഉദാഹരണമാണ്. അർജുൻ ചൗത്താല 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് ഒരു സ്വതന്ത്രനാണ്, രഞ്ജിത് സിംഗ് ആണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെയുള്ള ട്രെൻഡുകളാണ് പലയിടങ്ങളിലും. പക്ഷേ BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. മിക്ക മണ്ഡലങ്ങളും അങ്ങനെയാണ്. അവിടെ നേരിയ ലീഡ് നില മാത്രമാണ് 2 പാർട്ടികൾക്കും പലയിടങ്ങളിലും ഉള്ളത് എന്ന പ്രത്യേകതയുമുണ്ട്. അതുപോലെ തന്നെ ഒരു ത്രില്ലറായി മാറിയിരിക്കുകയാണ് ഹരിയാന. ജമ്മു കാശ്മീരിൽ ഓടിച്ചു നോക്കാം, 50 സീറ്റുകളിലാണ് ഇപ്പോഴും കോൺഗ്രസ് NC ലീഡ്. 44ലേക്ക് BJP ലീഡ് കൂട്ടിയിരിക്കുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസ് 39ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. മറ്റുള്ളവർ 5, 2 INLD. അങ്ങനെ BJP കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യയിലേക്ക് ഇപ്പോൾ ലീഡ് നില ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരിയാനയിൽ 44ലേക്ക് എത്തിയിരിക്കുന്നു. 2 സീറ്റുകൾ മാത്രം കേവല ഭൂരിപക്ഷത്തിന് മതി. ലീഡ് നില വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 40 സീറ്റുകൾ ഉണ്ടായിരുന്ന BJPക്ക് ഇത്തവണ 44 സീറ്റുകളിൽ ലീഡ് നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ലേ എന്നുള്ള സംശയം ഉയരുന്നു. അതോടൊപ്പം തന്നെ സ്വതന്ത്രരുടെ മുന്നേറ്റം 5 ഇടങ്ങളിൽ, INLD 2 സീറ്റുകളിൽ, JJPയും ആം ആദ്മി പാർട്ടിയും ചിത്രത്തിലെ ഹരിയാനയിൽ ഇല്ല. BJP 44. അഭിലാഷ്, ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒരുപക്ഷെ അന്തിമ ഫലം എന്തുമാകട്ടെ മഞ്ജുഷ, ഇത് ഞെട്ടിക്കുന്ന കണക്കാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് 40 സീറ്റുകൾ ഉണ്ടായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 4 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ് 60 സീറ്റുകളിൽ വരെ ലീഡ് ചെയ്തതിനു ശേഷം ഇപ്പോഴിതാ 39 എന്നതിലേക്ക് ചുരുങ്ങുന്നു. മറ്റുള്ളവർ 45 എന്നതും പ്രധാനപ്പെട്ട ഘടകമായി മാറാൻ പോകുന്നു. ഒരുപക്ഷെ ഒരു സ്വതന്ത്രനെയോ 2 or 3 സ്വതന്ത്രരെയോ കൂട്ടി സർക്കാർ രൂപീകരിക്കാൻ പറ്റുമെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അനായാസം സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്ന സാഹചര്യം. ഒപ്പം INLD 2 എന്നതായി ചുരുങ്ങുന്നു. AAPയും JJPക്കും ഇതുവരെയും അക്കൗണ്ടിൽ ലീഡ് നില പുലർത്താനും സാധിക്കുന്നില്ല. അപ്പോൾ എവിടെയാണ് വോട്ട് ചോർച്ച സംഭവിച്ചത്? ഈ JAPയും JJPയും മത്സര രംഗത്ത് സ്വതന്ത്രരായതോടുകൂടി ആരുടെ വോട്ട് ബാങ്കാണ് നഷ്ടമായത്? അത് കോൺഗ്രസിന്റെ വോട്ടാണോ ചോർത്തിയത്? ആ വോട്ട് ചോർച്ചയാണ് BJPക്ക് അനുകൂലമാകുന്നത്. 43-40 വീണ്ടും ഇഞ്ചോടിഞ്ച്